ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻ ദ മൊമെൻറ്റ് ശ്രീ യൂട്യൂബ് ചാനൽ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എനിക്ക് സ്കൂൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഷൂട്ട് ചെയ്ത ഒരു ദിവസത്തെ കുറച്ച് നമ്മളുടെ കുറച്ച് മൊമെൻറ്റ്സാണ് ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ആസ് യൂഷ്വൽ 5 o'clock എണീക്കണം. അതിപ്പം ഞങ്ങൾ രണ്ടുപേർക്കും പോകണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, ഞാനും തേജു ആണല്ലോ രാവിലെ ഇവിടുന്ന് പാക്ക് ചെയ്ത് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോവാത്ത ദിവസം മാത്രം ഉറങ്ങാറുള്ളൂ. അല്ലാത്ത പക്ഷം 5 o'clock എണീക്കണം. അപ്പം 5 മണിക്ക് എണീറ്റ് രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്യാണ്. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനൊരു ഡ്രിങ്ക് കുടിക്കും. അത് ഡെയിലി ബേസിസിലൊന്നും കുടിക്കണമെന്നില്ല, എന്നാലും ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ 2-3 ഡേയ്സ് ഗ്യാപ്പിലെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് ഞാൻ കുടിക്കാറുണ്ട്. യൂഷ്വലി എനിക്കിഷ്ടമുള്ളൊരു ടേസ്റ്റാണ് ഈ ഡ്രൈ റൈസിൻ, ഉണക്കമുന്തിരിയുടെ ടേസ്റ്റ്. അപ്പോൾ ഉണക്കമുന്തിരി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് റെഗുലറായിട്ട് കഴിക്കാൻ പാടില്ല, ഒന്നും റെഗുലറായിട്ട് കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. ആ ഡ്രിങ്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ, ഞാൻ പറഞ്ഞുതരാം, ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ലഞ്ച് കുറച്ച് പതുക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം തേജുക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടാറ്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സും കൊടുത്തു വിടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കാരണം അവൾക്ക് അതേ ഇഷ്ടമുള്ളൂ. ഇവൾ പഠിക്കുന്ന സ്കൂളിൽ, ഭവൻസിലാണ് പഠിക്കുന്നത്, അവിടെ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് അത്ര അങ്ങോട്ട് തേജുവിന് ഒറ്റയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വാരി കൊടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പകുതി മുക്കാലും തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഫുൾ കഴിച്ചിട്ടുണ്ടാകും, കഴിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടാറ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇൻ മിഡ്സ്റ്റ് ഞാൻ ഇടയ്ക്ക് വിളക്കെത്തിക്കാൻ പോയി. പിന്നെ എനിക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് ഒരു പണിയും ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. സൈലൻസ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതാണ്. ഒരു ലോങ് ടൈം ഒരു നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളൂ. അല്ലാത്ത പക്ഷം എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്കിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ രാവിലെ ആയത് കാരണം ഭക്തിഗാനമൊക്കെ ഇങ്ങനെ വെച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പും ഉണ്ടാവില്ല, നമ്മളൊരു എൻജോയ്മെൻറ്റ് മൂഡിലായിരിക്കും. അപ്പം എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പാട്ടിങ്ങനെ ഒച്ച വെക്കും. അതിപ്പോൾ ടി വി ഇല്ലെങ്കിൽ ഫോണിലാണെങ്കിലും പാട്ടിങ്ങനെ വെക്കും. അതാണ് ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ പുട്ടും കടലക്കറിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. പിന്നെ തേജുവിന് ഒരു സ്നാക്സ് കൊടുത്തു വിടണം. ആ സ്നാക്സിന് വേണ്ടിയിട്ടൊരു ബനാന ഗീ ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ രാവിലത്തെ പണി. പക്ഷെ നിങ്ങൾക്കറിയാലോ, എത്ര ചെറിയ പണിയാണെങ്കിലും ഒരു 1 hour ടാസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേജുക്കുട്ടീനെ വിളിച്ചെണീപ്പിക്കണം. തേജുവും സിജുവും രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. സിജുചേട്ടൻ ഇടയ്ക്ക് ജിമ്മിൽ പോകാനുള്ള കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5:30 ആകുമ്പോൾ എണീക്കും. അല്ലാത്ത പക്ഷം തേജു എണീക്കുന്ന കൂട്ടത്തിലാണ് എണീപ്പിക്കാറ് ഞാൻ. വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം, ഡ്യൂട്ടി കൊടുത്തേക്കുവാണേ. അല്ലെങ്കിൽ മടിയനായി പോവും. അപ്പോൾ അങ്ങനെ തേജുവിനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോവാണ്. എൻ്റെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങി കഴിയുമ്പോഴാണ് ഇവർ രണ്ടുപേരും വിളിച്ചെണീപ്പിക്കാറ്. അങ്ങനെ പതുക്കെ കൊഞ്ചിച്ചൊക്കെ വിളിച്ചാലേ എണീക്കുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും എണീക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഇച്ചിരി വെള്ളം അങ്ങ് തളിക്കും, അല്ലെങ്കിൽ മുഖത്തിങ്ങനെ തേച്ച് കൊടുക്കും. അങ്ങനെ പതുക്കെ അങ്ങനെയാണ് എണീപ്പിക്കാറ്. പിന്നെ രണ്ടുപേരെയും വിളിച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും താഴത്തോട്ടിറങ്ങി വന്നു. താഴത്ത് പിന്നെയും ഞാൻ വിചാരിച്ചു അവർ ഇറങ്ങി വരുമ്പോഴേക്കും ഉച്ചയ്ക്കത്തുള്ള ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പതുക്കെ അരിയിടണം അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എല്ലാ അരിയൊക്കെ കഴുകി അങ്ങനെ തന്നെയാണ് വെക്കാറ്. എന്നിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. പണികളൊക്കെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളത് എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പണിയും ഞാൻ ചെയ്യാറില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് പ്രോസസ്സും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യവുമില്ല. ചെയ്യുവാണെങ്കിൽ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ,
അല്ലാതെ ഡെയിലി ബേസിസിലൊരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു വർക്ക് സ്കെഡ്യൂളിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ലൈഫ് എങ്ങനെ സിമ്പിളായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ നോക്കാറ് കേട്ടോ. ഒന്നേ നീറ്റ് തേച്ചൂന്ന് അങ്ങനെ തേജു പതുക്കെ എണീറ്റ് വന്നു കേട്ടോ. ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ കൊണ്ടുപോവാണ്. സ്കൂളിൽ പോകുന്ന ദിവസം ഞങ്ങൾ രണ്ടുപേരും പോകേണ്ട ദിവസം, ഞങ്ങൾ എല്ലാവരും ബിസി ആയിട്ടുള്ള ദിവസം ഇവളെ തനിയെ ബ്രഷ് ചെയ്യാറ്. വലിയ കുട്ടിയായില്ലേ, പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് അവരുടെ ടീത്തൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും. ബിക്കോസ് അവർ എത്ര വന്നാലും ഒരുപാട് അങ്ങനെ വലുതായിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊന്ന് ഇടയ്ക്ക് ഒക്കേഷണലി എങ്കിലും ബ്രഷ് ചെയ്യിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഒരു ഒരു വൺസ് ഇൻ എ വീക്കെങ്കിലും ഞാൻ ബ്രഷ് ചെയ്യിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ച് പിന്നെ തേജുകുട്ടീനെ ബാത്റൂമിൽ പോകാനും ടോയ്ലറ്റിൽ പോയി കുളിച്ച് വരാനായിട്ടുള്ള ഇതിനൊക്കെ പറഞ്ഞു വിട്ടുവാണ്. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് പാത്രങ്ങൾ ബാക്കി, ഞാൻ മിക്കവാറും എല്ലാ പാത്രങ്ങളും അപ്പോൾ കഴുകാറുണ്ട്. കുറച്ച് പാത്രങ്ങൾ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതങ്ങ് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അതങ്ങ് ചെയ്യുക കേട്ടോ. ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ശല്യക്കാരി ആയേക്കുക. ഡ്രസ്സ് രണ്ട് നടക്കല്ലേ ചേട്ടാ ഞാൻ, അല്ലെങ്കിൽ ഈ ബോഡി ഫുള്ള് നാട്ടുകാരെ കാണിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ ചുമ്മാ അവിടെ പുറത്ത് നിന്ന് ഇച്ചിരി നേരം ചിൽ ഔട്ട് ചെയ്തിട്ട് ഞാൻ വേഗം അകത്ത് വന്ന് തേജുക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു. അവളോട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ ഇരിക്കുമ്പം വിളിച്ചു പറയണം, തേജു സമയമായി എനിക്ക് മതി, വാ വേഗാവട്ടെ കുളിക്കെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പതുക്കെ ഇറങ്ങി വന്നു. ഞങ്ങൾ രണ്ടുപേരും ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സും പോകുന്നത്. കാരണം ധൃതിയാണല്ലോ. അപ്പോൾ രാവിലെ ഇവളെ എണീക്കാനായിട്ട് കുറേ പ്രാവശ്യം വിളിച്ചാലേ ഇപ്പം ഇനി വലുതായി വരുന്തോറും കുറച്ച് മടിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ പതുക്കെ എണീറ്റ് വന്ന് ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഞാൻ അന്നേരം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഫുഡ് കൊടുക്കുവാണ്. പപ്പ അതിൻ്റെ ഇടയ്ക്ക് സോക്സ് ഇടുന്നു, ഷൂസ് ഇടുന്നു. ഇതൊരു ഭയങ്കര എല്ലാ വീട്ടിലും കാണുന്ന ഒരു ടൈറ്റ് സ്കെഡ്യൂളാണ് കേട്ടോ. അങ്ങനെ പതുക്കെ തേജുക്കുട്ടീൻ്റെ വാൻ വരുന്നത് നമ്മളുടെ അവിടെ റോഡ് ഇച്ചിരി ഇങ്ങ് നടക്കുമ്പോൾ തന്നെ റോഡ് സൈഡിലാണ് വാൻ വരാറ്. അങ്ങനെ സിജേട്ടൻ അവളെയും കൊണ്ട് വാൻ കയറ്റാൻ പോയി. വാൻ വന്ന് തിരിച്ചു പോന്നപ്പോൾ ഞാൻ എന്തോ കളിയാക്കി. അന്നേരമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ചുമ്മാ ഇങ്ങനെ ഒരു കോമിക് സീൻ. അങ്ങനെ സിജു എപ്പോഴും സീരിയസ് ആയിട്ടല്ലേ നിങ്ങൾ കാണാറുള്ളൂ, ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് അവിടെ നമുക്ക് കുറച്ച് ലോൺ പരിപാടികളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറയുവാണ്. പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാക്കി. പിന്നെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ ചേട്ടൻ ആകെ കുടിക്കുന്ന ചായ, രാവിലെ കുടിക്കുന്ന ഒരു ചായ ഉണ്ട്, അത് തനിയെ ഉണ്ടാക്കും. ചായ ഞാൻ കുടിക്കാറില്ല, തേജുക്കുട്ടിക്കും കൊടുക്കാറില്ല. അതുകൊണ്ട് അത് ചായയുടെ പരിപാടി മുഴുവൻ സിജേട്ടനും ഉള്ള ഡ്യൂട്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവൾ പോയല്ലോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ ഒന്ന് വെയിലത്ത് വെക്കും. ഞാൻ ഉള്ള ദിവസങ്ങളിലെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഇത് പ്രോപ്പർ അതാത് സ്ഥലങ്ങളിലോട്ട് തിരിച്ചു വെക്കാറ്. അപ്പോൾ സ്ലാബൊക്കെ ഒന്ന് നമുക്ക് എല്ലാ ദിവസവും തുടക്കുകയും ചെയ്യാം. എപ്പോഴും ഓരോ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതാവും, പെട്ടെന്ന് കേടാവും. ഇനി ഒരു സെൽഫ് കെയർ ടൈമാണേ. എൻ്റെ ഒരു സെൽഫ് കെയർ റുട്ടീൻ എന്ന് പറയുന്നത് എനിക്ക് മൂടുള്ള ദിവസങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ. അല്ലാത്ത വർഷം
അങ്ങനെയൊന്നുമില്ല. സെൽഫ് കെയർ ഡേ ആയിട്ട് ഞാനിത് എടുത്തിട്ടില്ല. കാരണം അന്നേരം കഴിഞ്ഞ ദിവസം പപ്പായ വാങ്ങിച്ചിട്ട് കുറച്ച് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പായയിൽ ഇച്ചിരി കടലപ്പൊടി ഇട്ടിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് കുറേ ദിവസം ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ സെൽഫ് കെയറിന് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം എടുക്കും. അതൊരു മോസ്റ്റ് പ്രോബബ്ലി സാറ്റർഡേ സൺഡേ ആയിരിക്കും. ഈ സാറ്റർഡേ ആണെങ്കിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ്. പ്രോപ്പർ ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ ഇതങ്ങനെയല്ല, ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതിനിടയ്ക്ക് സിജു വന്ന് ഫ്രീ ആയത് കാരണം സിജുണ്ണും കൂടി ഇത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ചമ്മലാണല്ലോ, അതിൻ്റെ ഇതാണ് കണ്ടത്. ഇട്ട് കൊടുക്കുന്നത് ഓക്കെയാണ്, അത് വീഡിയോ ഷൂട്ട് ചെയ്തപ്പം അതങ്ങോട്ട് ചമ്മല. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെച്ചിട്ടേ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് അവിടെ ഒന്ന് തൂത്തുവാരി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് അടിച്ചു വാരിയിട്ട് അതിന് ശേഷം കുറച്ച് വാഷിംഗ് കൂടെ ഇട്ടേക്കാം, വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി കുറച്ച് വാഷിങ്ങിനും ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ മുകളിലേക്ക് പോവാണ് കേട്ടോ. വാഷിങ്ങിനിട്ട് കഴിഞ്ഞപ്പോഴേക്കും മുഖത്തിട്ടത് ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ ചെറിയൊരു പാക്കറ്റ്, ഒരു അലോവേരയുടെ ഒരു പാക്ക്, ഫേസ് പാക്കിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു സാഷ് പാക്കറ്റായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ അങ്ങ് ഇട്ട്. എന്തായാലും ഇട്ട്, എന്നാൽ പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിട്ട് അതും ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ ഇവിടെ 3 ബെഡ്റൂമും ബാത്റൂംസുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതലും നമ്മൾ ഒരു ബാത്റൂം മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത്, മറ്റേത് ജസ്റ്റ് ഒന്ന് ജെൻറ്റൽ വാഷ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ബാത്റൂമും കൂടി ഒന്ന് വാഷ് ചെയ്ത് കുളിച്ചങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം മുഖത്തിരിക്കുന്ന പാക്ക് കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാനങ്ങനെ ബാത്റൂം വാഷ് ചെയ്ത് പതുക്കെ കുളിച്ച് സെറ്റായി പെർഫ്യൂമൊക്കെ വാരിക്കോരി അടിച്ച്. അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എന്നെ വീട്ടിൽ അമ്മ എപ്പോഴും വഴക്ക് പറയും ഈ പെർഫ്യൂം അടിക്കുന്നതിന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്മെല്ലെന്ന് പറയണതിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും സ്മെല്ല്. അപ്പം അങ്ങനെ എനിക്കൊരു ഫ്രാഗ്രൻസ് പ്രേമിയാണ് ഞാൻ, എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിലിട്ടത് അതങ്ങ് വിരിച്ചിട്ടു. നനവോട് കൂടി ഞാൻ കൊണ്ടൊന്നും ഗേറ്റിൽ ഇടാറില്ല. കാരണം ഗേറ്റ് എത്ര വന്നാലും അത് മതിലും ഗേറ്റും ഒക്കെ ഇതാവും വെയിലത്തിടുവാണെങ്കിൽ. അപ്പോൾ മുകളിലോട്ട് കയറാൻ മൂടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ടു. ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതൊന്ന് വെയിൽ കൊള്ളിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് തേജു പോയിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ വർത്തമാനം പറഞ്ഞ് റീൽസൊക്കെ കണ്ട് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഉച്ചയായപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തു. ഇത്തിരി നേരം കിടന്ന് ഉറങ്ങി. അപ്പോഴേക്കും തേജ് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോസായിട്ട്, വേറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ. എന്തായാലും